എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അഡ്മിഷൻ 2025 ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അലോട്ട്മെന്റ് മെമ്മോ ഇന്ന് കിട്ടും. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഡിഗ്രിയിൽ പ്രവേശനം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ കോളേജ് ജോയിൻ നടക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും വേണമെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും, കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ മാൻഡറ്ററി ഫീ അടയ്ക്കണം. മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. മാൻഡറ്ററി ഫീ അടയ്ക്കുകയും ശേഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കും. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കണം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയം, അഡ്മിഷൻ കിട്ടാത്തവർ മാൻഡറ്ററി ഫീ അടയ്ക്കണം? വേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കുന്നവർ മാത്രം മാൻഡറ്ററി ഫീ അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറഞ്ഞ ഈ സാധനം കിട്ടുന്നത്. ഈ അലോട്ട്മെന്റ് മെമ്മോ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കൂ. അത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചു, മാൻഡറ്ററി ഫീ അടച്ചു, സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അലോട്ട്മെന്റ് മെമ്മോ കിട്ടി, നിങ്ങൾക്ക് പോയി കോളേജിൽ ജോയിൻ ചെയ്യാം. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നത്. നിങ്ങൾക്കവിടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അവിടെ മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് മെമ്മോ കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അലോട്ട്മെന്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കില്ല കാണുന്ന, മാൻഡറ്ററി ഫീ അടക്കാനുള്ള മാൻഡറ്ററി ഫീ അടക്കാനുള്ള വിൻഡോ ആയിരിക്കും. ആ ഫീസ് അടച്ചതിന് ശേഷമായിരിക്കും ഇതിന് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറഞ്ഞ ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങളത് സ്റ്റാറ്റിഫൈഡ് ആണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 കോളേജ് കൊടുത്തു എന്ന് വിചാരിച്ചോ. നിങ്ങളൊരു 10 കോളേജ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി. നിങ്ങൾക്ക് ആ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തും. അതായത് നിങ്ങൾക്ക് ആ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ല, അതെനിക്ക് മാറി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തും. ഇനി നിങ്ങൾക്ക് കിട്ടിയ 5ാം ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണ്, എനിക്ക് 5ാം ഓപ്ഷൻ കിട്ടി, ഞാനതിൽ തൃപ്തനാണ്, എനിക്കിനി വേറെ ഓപ്ഷനൊന്നും ആവശ്യമില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കാണും. അതിന് കാരണം പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 10 ഓപ്ഷനിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 6 to 10 വരെയുള്ള, നിങ്ങൾക്ക് 5ാമത്തെയാണ് കിട്ടുന്നതെങ്കിൽ 6 to 10 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിപ്പോവും. എന്നാൽ ബാക്കി 4 എന്ത് ചെയ്യും? 1 to 4 എന്നുള്ള ഓപ്ഷൻ അവിടെ തന്നെ കിടക്കും. അതെന്ത് ചെയ്യില്ല? ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവില്ല. ബട്ട് നിങ്ങൾ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തനാണ്, നിങ്ങൾക്കത് മാറണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കി 4 നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാം? ഹയർ ഓപ്ഷൻസ് പരിഗണിക്കാം. അഥവാ അങ്ങനെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുകയും ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്താൽ നിർബന്ധമായി മാറിപ്പോകണം. ഉദാഹരണം, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങളതിൽ സ്റ്റാറ്റിഫൈഡ് ആയിരുന്നു, ബട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്യാൻ അറിയത്തില്ലാത്ത കാരണം ചെയ്തില്ല, അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ഹയർ ഓപ്ഷൻസിലേക്ക് പോയിക്കോണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. അത് നിങ്ങൾക്ക് തന്നെ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഒരു വിൻഡോ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഹയർ ഓപ്ഷൻസ് ആണോ വേണ്ട എന്ന് തോന്നുന്നത് ആ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കുന്നവർ തിരിക്കാം.
എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാണ് ചെയ്യേണ്ടത്. ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് തീർച്ചയായും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കമൻറ്റുകൾക്ക് നമ്മൾ മറുപടി തരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ പുതിയ മൈ നെയിം ഈസ് കനക, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ അക്കാദമിക്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.